ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ സെൻറ്റൻസിലെത്തി. വാക്യം നമ്മൾ ഒരു വാക്യത്തിന് ഘടനയുണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് പശു പുല്ല് തിന്നു. ഇപ്പോൾ പശു എന്നുള്ളതാണ് അതിനകത്തെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്ന ആൾ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ആളല്ല, ഒരു കാര്യം ചെയ്യുന്ന ആൾ. ഇവിടെ കാര്യം ചെയ്യുന്ന ആളാല പശു. ആ കാര്യം എന്താണ്? അതായത് ക്രിയ എന്താണ്? തിന്നുന്നു. എന്തിനാണ് തിന്നുന്നത്? പുല്ല്. മനസ്സിലായി? അപ്പം ഒരു സെൻറ്റൻസിൽ ഒരു ഘടനയുണ്ട്. നമ്മുടെ മാതൃഭാഷ എടുക്കുമ്പോൾ, എക്സാമ്പിൾ എടുക്കുമ്പോൾ അതാണല്ലോ കാണുന്നത്. അതായത് ഒരു കർത്താവുണ്ട്, ഒരു ക്രിയയുണ്ട്, ഒരു കർമ്മമുണ്ട്. മനസ്സിലാവും? കർമ്മം എന്ന് പറഞ്ഞാൽ ആ ക്രിയ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നു. ഇതൊരു നല്ല എക്സാമ്പിളാണ്. പശു തിന്ന് പുല്ല്. അങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല. മലയാളത്തിൽ നമ്മൾ പറയുന്നത് പശു പുല്ല് തിന്നു. മലയാളത്തിൽ വാക്യത്തിലെ വാക്കുകളുടെ ഓർഡർ എന്ന് പറയും, അത് ക്രമം വ്യത്യാസമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉറപ്പിച്ച് വെച്ചിരിക്കുക. അതിനൊരു പ്രത്യേക ഓർഡറുണ്ട്. ആ ഓർഡർ, ആ ക്രമം ഉറച്ചിരിക്കും, മാറ്റാൻ പറ്റത്തില്ല. അതാണ്. ഇപ്പോൾ നമ്മൾ പശു തിന്ന് പുല്ലെന്ന് പറഞ്ഞാലും, ഞാൻ കോട്ടയത്തിന് പോയി എന്ന് പറഞ്ഞാലും, കോട്ടയത്തിന് ഞാൻ പോയി എന്ന് പറഞ്ഞാലും, പോയി ഞാൻ കോട്ടയത്തിനും വേണമെങ്കിൽ അങ്ങനെയും പറയാം, കാവ്യാത്മകമായിട്ട് വേണം അല്ലേ, മാറ്റിയൊക്കെ പറയാം, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇംഗ്ലീഷ് വാക്യങ്ങളെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇംഗ്ലീഷിൽ വേർഡ് ഓർഡർ, വാക്കുകൾക്ക് ക്രമമാണ്. ആ ക്രമം തെറ്റിക്കാൻ പറ്റില്ല. ആ ക്രമമാണ് എഴുതി വെച്ചിരിക്കുന്നത് SVO. അതിൻ്റെ ഫുൾ ഫോമാണ് സബ്ജക്റ്റ് കർത്താവ്, വെർബ് ക്രിയ, ഓബ്ജക്റ്റ് കർമ്മം. ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതണമെന്നില്ല. അത് എല്ലാ ഭാഷയിലും അങ്ങനെയാണ്. നമുക്ക് എന്ത് വേണം? ഒരു സബ്ജക്റ്റ് വേണം, ഒരു വെർബ് വേണം, ഒരു ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്. സബ്ജക്റ്റിന് വേറെ അർത്ഥമുണ്ട്, വിഷയം എന്ന അർത്ഥമുണ്ട്. അതല്ല ഇവിടെ ഇത് ഗ്രാമർ. ഇവിടെ പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്. പ്രവൃത്തിയുണ്ടല്ലോ, കാര്യം ചെയ്യുന്ന ആളെന്നുള്ള അർത്ഥമാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്. അതാണ് ഒരു ബേസിക് സെൻറ്റൻസ്. ബേസിക് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കേർണൽ സെൻറ്റൻസ്, KERNEL. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, ഘടന. സ്ട്രക്ചർ STRUCTURE. സ്ട്രക്ചർ അല്ലെ ഘടന. ബേസിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാർ നമ്മളിപ്പം ഒരു ഇന്നോവ കാറിൻ്റെ കാര്യം, വേറെ എന്തെങ്കിലും കാർ എടുത്തോ, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരു വിവരമില്ല. അതിനൊരു ബേസിക് മോഡലാണ്. 4 ചക്രം, ഒരു കൂടുപുരക്ഷമാണ്, ഒരു നമ്മൾ പറയുന്നത് ഒരു വളയം, അതായത് സ്റ്റിയറിങ്, പിന്നെ 2 ലൈറ്റ്, എൻജിൻ, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ബേസിക്സ്. പക്ഷേ ഈ ഇന്നോവ കാർ തന്നെ പല ഗ്രേഡിലുണ്ട്. ഫുൾ ഓപ്ഷൻ എന്നൊരു സാധനമാണ്. അതിനകത്ത് ബലൂണുണ്ട്, പാട്ട് കേൾക്കാം, ടെലിഫോൺ വിളിക്കാം, അങ്ങനെ ഒത്തിരി സംഗതികൾ ചേർത്ത് വരും. അതുപോലെയാണ് ഈ സെൻറ്റൻസ്, ഇംഗ്ലീഷ് സെൻറ്റൻസ്. എല്ലാ സെൻറ്റൻസുകളും അങ്ങനെയാണ് ഭാഷ. ബേസിക് സെൻറ്റൻസ് ഒരെണ്ണമുണ്ട്,
ഈ സെൻറ്റൻസിനെ കൂട്ടി നമ്മൾ വലിയ നീളത്തിലുള്ള സെൻറ്റൻസൊക്കെ കണ്ടു കാണും, പുസ്തകങ്ങളിലൊക്കെ കാണും. അതൊക്കെ ഇതിൽ നിന്നും നമ്മൾ പണിത് ഉയർത്തുന്നതാണ്. അപ്പോൾ ബേസിക് സെൻറ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് പറയുന്നത് കേർണൽ സെൻറ്റൻസ് ആണ്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. അത് ഫിക്സ്ഡ് ആണ്. മറ്റ് ഭാഷകളൊക്കെ ചിലപ്പോൾ അതിന് മാറ്റം വരും. മേ ജാത്താഹും ഹിന്ദി, ജാത്താഹും മേ, അത് ശരി, തിരിച്ചു മറിച്ചു വിടാം. പക്ഷേ ഇത് പറ്റത്തില്ല. ഇംഗ്ലീഷിൽ വാക്യങ്ങളുടെ, അതായത് സെൻറ്റൻസ്, വേർഡ് ഓർഡർ, വാക്കുകളുടെ ക്രമം ഫിക്സ്ഡ് ആണ്. അത് മാറ്റാൻ പറ്റത്തില്ല. മാറ്റിയാൽ അത് വേറെ ആയിരിക്കും. അതെന്താണത് പിന്നെ പറയാം. മനസ്സിലായോ? അപ്പം ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. വേറെ പലതും കൂട്ടിച്ചേർക്കാം ഞാൻ പറയുന്നത്. കാരണം ആദ്യം അത് കഴിയുമ്പോൾ കൂട്ടി പോകാൻ പറ്റും. മനസ്സിലാവും? അപ്പം അങ്ങനെ ഇതിങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത്? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. പക്ഷെ ഇന്ന് ഇങ്ങനെ പറയുന്നതിന് തെറ്റൊന്നുമല്ല. പക്ഷെ ഇന്നിപ്പോൾ പറയുന്നത് NB + VP + NB. നമ്മൾ പറഞ്ഞല്ലേ NB, ഒരു വാക്കാണെങ്കിൽ നമ്മളതിനെ NB എന്ന് വിളിക്കും, നൗൺ ഫ്രേസ് എന്ന് വിളിക്കും. ഒരു നാമമാണെങ്കിൽ എന്താ കാരണം? അതിനെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഒരു ക്രിയയാണെങ്കിൽ നമ്മൾ VP എന്ന് വിളിക്കും, കാരണം അത് അതിനെ വികസിപ്പിക്കാൻ പറ്റും. വീണ്ടും ഒരു NB വരും. ഇതിൽ എന്താ മനസ്സിലാക്കുന്നത്? സബ്ജക്റ്റ് സ്ഥാനത്തുള്ളത് നൗണായിരിക്കും, രണ്ടാമത്തെ VPയുടെ സ്ഥാനത്തുള്ളത് വെർബായിരിക്കും. അതൊരു വലിയ വെർബാകാം. അതാണ് ഞാൻ പറയുന്നത്. മൈറ്റ് ഹാവ് ബീൻ ഡൂയിങ്, അത് വെർബ് ഫ്രേസ്. അതുപോലെ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്തൊരു NP ആയിരിക്കും. ഇതാണ് ഇപ്പം നമ്മൾ പറയുന്ന രീതി. ഇത് തെറ്റാന്നല്ല, തെറ്റൊന്നുമല്ല, അങ്ങനെയും പറയാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ പറയല്ലേ, സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണ്. കുറച്ചുകൂടെ ആ ഫോർമുല, ഒരു സെൻറ്റൻസിൻ്റെ ഫോർമുല, അത് ഇപ്പം നമ്മളിങ്ങനെയാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അത് പിന്നീട് മനസ്സിലാവും. NB + VP + NP, ഇതൊരു എൻജിനാണ്. സെൻറ്റൻസ് ജനറേറ്റിംഗ് എൻജിൻ. ജനറേറ്റർ എന്ന് കിട്ടും. ജനറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ഉണ്ടാക്കുന്നു. ചിലപ്പം ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ വരുമ്പം ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ കണ്ടു കാണുന്നു സാധനം. വലിയ വണ്ടിയുടെ എൻജിൻ കിടക്കുന്നവരെ ഇറക്കി വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി പ്രകാശം ലൈറ്റെല്ലാം കത്തിക്കുന്ന ഒരു പരിപാടി. ഞാൻ പ്രത്യേകം പറയേണ്ടതെന്ന് നമുക്കറിയാം. അപ്പം ഇതൊരു സെൻറ്റൻസ് ജനറേറ്റിംഗ് എൻജിനാണ്. സെർച്ച് എൻജിനില്ലേ, ക്രോം, അതുപോലെ ഫയർഫോക്സ്, അങ്ങനെയൊക്കെയില്ല, എഡ്ജ്, ഇങ്ങനെയൊക്കെയില്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു സെൻറ്റൻസ് പ്രൊഡ്യൂസിങ് എൻജിനാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് 1000, 10,000 ലക്ഷം സെൻറ്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഈ NBയും VPയും NBയും മാറ്റി ഇട്ടാൽ മതി. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എക്സാമ്പിൾസ് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസസ് ഫോർ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഇതൊക്കെ ബേസിക് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. ഗോഡ് ലവ്സ് യു, ലീഡേഴ്സ് ലീഡ് അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ, ടീച്ചേഴ്സ് ടീച്ച് ഇംഗ്ലീഷ്. അത് വേറെ പലതും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ പല സബ്ജക്റ്റും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് തൽക്കാലം ഞാനിങ്ങനെ പറയും. ബോയ്സ് പ്ലേ ഫുട്ബോൾ, ഗേൾസ് പ്ലേ ക്രിക്കറ്റ്. ഉണ്ടോ? എല്ലാം ഈ സ്ട്രക്ചറാണ്. ഇത് വേറെ രസമുണ്ട്. എന്നാ പറയും, അതായത് നിങ്ങളിത് മാറ്റിയിടുക. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ മോഹൻ റൈറ്റ്സ് എ ലെറ്റർ. അടുത്ത സെൻറ്റൻസ് സബ്ജക്റ്റ് മാറ്റിയിട്ട് കൊടുക്കുക. അശോക് റൈറ്റ്സ് എ ലെറ്റർ. അങ്ങനെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും പേര് മാറ്റിയിടുക. അതായത് NB മാറ്റിയിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതെല്ലാം വേറെ വേറെ സെൻറ്റൻസ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഓബ്ജക്റ്റ് പൊസിഷനിൽ കിടക്കുന്ന NB മാറ്റിയിടുക. മോഹൻ റൈറ്റ്സ് എ ലെറ്റർ, മോഹൻ റൈറ്റ്സ് എ നോവൽ, മോഹൻ റൈറ്റ്സ് എ പോയം, മോഹൻ റൈറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി, മോഹൻ റൈറ്റ്സ് എ
ഡ്രാമ, മോഹൻ റൈറ്റ്സ് എ പ്ലേ, രണ്ടും ഒന്നാണ്. അല്ലോ, അതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത. NB + VP + NB ആ ഒരു എൻജിൻ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാക്കുകളും കൂടെ കയ്യിലുണ്ടെങ്കിൽ 100 കണക്കിന് സെൻറ്റൻസ് ഇങ്ങനെ മാറ്റി മാറ്റി. മോഹൻ ഡ്രിങ്ക്സ് വാട്ടർ, മോഹൻ ഡ്രിങ്ക്സ് മിൽക്ക്, മോഹൻ ഡ്രിങ്ക്സ് ഹോർലിക്സ്, മോഹൻ ഡ്രിങ്ക്സ് കോംപ്ലാൻ. ഇനി വല്ലതും ഉണ്ടോ? വേറെ ഉണ്ടോ? മോഹൻ ഡ്രിങ്ക്സ് കോക്കനട്ട് വാട്ടർ, മോഹൻ ഡ്രിങ്ക്സ് വേറെ ഡിസ്റ്റിൽഡ് വാട്ടർ, മോഹൻ ഡ്രിങ്ക്സ് ബോട്ടിൽഡ് വാട്ടർ. സെൻറ്റൻസ് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന് ഞാൻ പറഞ്ഞ മറ്റേ നമ്മുടെ ഡെയിലി ഉള്ള ആ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ഒരു വാക്ക് പഠിക്കണം, അതിൻ്റെ അർത്ഥവും പഠിക്കണം. അത് ഏതാണ് നോക്കണം, ഒരു നൗണാണോ വെർബാണോ നോക്കണം. അങ്ങനെ നോക്കിക്കഴിയുമ്പം അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഇഷ്ടം പോലെ സെൻറ്റൻസിൻ്റെ വലിയ ഫാക്ടറി പോലെയാണ്. സിമ്പിൾ കാര്യമാണ്, പക്ഷേ ഇത് നമ്മൾ ചെയ്ത് നോക്കും. അപ്പം നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, വേറൊരു കാര്യം കൂടെ ഓർക്കാനുണ്ട്. ഈ സെൻറ്റൻസ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഒച്ചയ്ക്ക് വായിക്കണം തന്നെ. അത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുക എന്നാ പറ്റിയെന്ന്. അല്ല, അത് മൈൻഡ് ചെയ്യണ്ട, അതൊന്നും മൈൻഡ് ചെയ്യണം. മനസ്സിലായോ? നിങ്ങളിത് ഒച്ചത്തിൽ വായിക്കണം. ഒരു ദിവസം ഒരു 100 സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് അത് ഒച്ചത്തിൽ വായിക്കാൻ പറ്റുവാണെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പോട്ടെ 5 സെൻറ്റൻസ് ഉണ്ടാക്കി, പോട്ടെ 3 സെൻറ്റൻസ് ഉണ്ടാക്കി, പോട്ടെ 2 സെൻറ്റൻസ് ഉണ്ടാക്കി, പോട്ടെ 1 സെൻറ്റൻസ് ഉണ്ടാക്കി വായിക്കാൻ പറ്റുക, ഒച്ചത്തിൽ പറയും. ആ സെൻറ്റൻസ് ഒരു 10 പ്രാവശ്യം ഒച്ചത്തിൽ പറയും. അങ്ങനെ പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്നാണെന്നറിയാം, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇതൊരു സീക്രട്ട്. ഇത് എൻ്റെ വീഡിയോ കാണുന്നവർ മാത്രം, അവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നൊരു സീക്രട്ട്. ഒരു സീക്രട്ട്, ഒരു രഹസ്യം. മനസ്സിലായോ? ട്രൈ ചെയ്താൽ ഒരു 5 സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒച്ചത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ 30 ദിവസമാകുമ്പോൾ എത്ര സെൻറ്റൻസ് ഉണ്ടാക്കും? 180 സെൻറ്റൻസ് ഉണ്ടാകും. 180 സെൻറ്റൻസിൻ്റെ കൂടെ എത്ര വാക്കുകൾ പഠിക്കും? അത് പറയാൻ പഠിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫെങ്കിലും ഒരു ഖണ്ഡിക എടുത്തിട്ട് അതിനെ ഒച്ചത്തിൽ പറയുക, വളരെ ഒച്ചത്തിൽ വായിക്കുക. തെറ്റൊക്കെ ആദ്യകാലത്തൊന്നും അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ചിലപ്പോഴൊക്കെ ചില തെറ്റൊക്കെ വരും, അതൊന്നും പ്രശ്നമല്ല. നോക്കിയേ, സംസാരിക്കാൻ വളരെ എളുപ്പം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ 2 കാര്യമാണ് നിങ്ങൾ, 2 കൊച്ചു കാര്യം. ഒന്ന്, ഒരു വാക്ക് പഠിക്കുക, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക, എന്നിട്ട് ആ സെൻറ്റൻസ് ഉച്ചത്തിൽ വിളിച്ച് പറയുക. 5 പ്രാവശ്യം, 10 പ്രാവശ്യം, 20 പ്രാവശ്യം, 30 പ്രാവശ്യം, എപ്പം മഴ എത്ര പ്രാവശ്യം മഴയിൽ പറയും. അപ്പോൾ എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിനൊരു സയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് മസിൽസ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യും. തമാശയായിട്ട് തോന്നും, പക്ഷെ അത്ര തമാശ അല്ല. നമ്മൾ സംസാരിക്കും മാറ്റം പറ്റിയില്ല. മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന യൂലിസിസ് എന്നത്തെ ഒരു കഥാപാത്രം ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഫ്രണ്ട്സ് മസിൽ മാറണം. റോമൻസ്, അതായത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഈ മസിലിന് മാറ്റം വരും. അത് ആ ലൈനിൽ ഡെവലപ്പ് ചെയ്യും. അതായി പറയുന്ന ഉച്ചത്തിൽ വായിക്കണമെന്ന് സെൻറ്റൻസ് എല്ലാം ഉച്ചത്തിൽ ഇങ്ങനെ പറയണം. നിങ്ങൾ നഴ്സറിയിലായിരിക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ? ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വരും, ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ. ഇങ്ങനെ എത്ര പ്രാവശ്യം പറയിപ്പിക്കുന്നു. അപ്പം ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ. മാറുന്നതാണ്. അങ്ങനെ ഓക്കെ. ഇപ്പോൾ സെൻറ്റൻസിലേക്ക് നമ്മൾ വന്നു. സെൻറ്റൻസിൻ്റെ ഘടന മനസ്സിലായി. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ അത്
ഫിക്സ്ഡ് ആണ്, ഉറപ്പിച്ചു വെച്ചിരിക്കുക, അത് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ പറയാം, മോഹൻ ഡ്രിങ്ക്സ് ഗോഡ് ലവ്സ് യു, ലവ്സ് ഗോഡ് യു പറ്റത്തില്ല. യു ലവ്സ് ഗോഡ്, അപ്പോൾ വേറെ മീനിങ് മാറി. അതാണ് എൻ്റെ കാര്യം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്ട്രക്ചർ ഓഫ് എ ബേസിക് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എൻ ബി പ്ലസ് വി പി പ്ലസ് എൻ പി. അത് ഫസ്റ്റ് എൻ ബി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, വി പി എന്ന് പറയുന്ന ക്രിയയാണ്, രണ്ടാമത്തെ എൻ ബി എന്ന് പറയുന്നത് ഓബ്ജക്റ്റാണ്. പഴയ രീതി നമ്മൾ പറയാൽ എസ് പ്ലസ് വി പ്ലസ് ഒ, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ്, അതായത് കർത്താവ് ക്രിയ കർമ്മം. ഇംഗ്ലീഷ് മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങളെന്ന് എഴുതിയിട്ട് നല്ലതാണ്. സബ്ജക്റ്റിന് വേറെ അർത്ഥം ഉണ്ടെന്ന് ഞാൻ പറയാം, അത് ഇതല്ല കേട്ടോ, അത് വിഷയം എന്നുള്ള അർത്ഥം. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എത്ര കർത്താവ് പഠിക്കാനുണ്ടെന്നുള്ളത് ചിന്തിച്ചേരി. എത്ര കർത്താവ് പഠിക്കുക അതല്ല, അത് എത്ര വിഷയം പഠിക്കാനുണ്ടെന്ന്. ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞാൽ കാര്യം ചെയ്യുന്ന ആളെന്നുള്ളതാണ്. കാര്യം എന്താണ്? ക്രിയയായിരിക്കും. അത് അനുഭവിക്കുന്ന ആളാണ് ഓബ്ജക്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പറഞ്ഞാൽ എൻ പി, നൗൺ ഫ്രേസ്, അതിപ്പോഴും നൗൺ ആയിരിക്കും. ഈ അനുഭവം ഉള്ള ആൾ, അനുഭവിക്കുന്ന ആളൊരു നൗൺ ആയിരിക്കും. അതുകൊണ്ട് അതിനെ എൻ പി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ വാക്കാണെങ്കിൽ എൻ പി എന്ന് വിളിക്കുന്നത്, ആ വി പി എന്ന് വിളിക്കുന്നത്, എൻ പി എന്ന് വിളിക്കുന്നത്, നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇനി അത് പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ എക്സർസൈസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയും നമ്മൾ കാണുന്ന മുമ്പില്ലേ. Bye.